ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആയുർവേദം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനുണ്ട്. നമ്മുടെ ചർമ്മവും അതുപോലെ തന്നെ മുടി, അതുപോലെ നമ്മുടെ നഖങ്ങൾ ഒക്കെ എങ്ങനെ ഈ ഒരു സമയത്ത് വൃത്തിയായി സൂക്ഷിക്കാം, എങ്ങനെ നമ്മൾ അതിന്റെ ആരോഗ്യം കാത്തു രക്ഷിക്കാം, അതിനെ ഭംഗിയാക്കി വെക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനായിട്ടുള്ള സ്കിന്നാണ് പ്രകൃതിയിലുള്ള മാറ്റങ്ങളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നനവുള്ള ഈ ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ കുരുക്കള് അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആവാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മൾക്ക് ഈ ചെറിയ ചെറിയ സ്കിന്നിന്റെ അടിയിലെയുള്ള ചെറിയ കാപ്പിലറീസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് മൂലം ഈ ഒരു സമയത്ത് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കുറയുന്നത് മൂലം നമ്മുടെ സ്കിൻ ഒരു ഡള്ളായി കാണാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത് എണ്ണ തേച്ച് കുളിയാണ്. എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുന്നത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനും സ്കിൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കാനും മോയ്സ്ചറൈസ് ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെയിലി എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എണ്ണ തേച്ച് കുളിക്കാം. അതല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ദേഹം മുഴുവനായിട്ട് എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏലാതി വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ നാൽപ്പാവരാതി എണ്ണ എടുക്കാം, അതല്ല എങ്കിൽ ദിനേശവല്യാതി എടുക്കാം. ഇതൊക്കെ നമ്മൾ ഇൻഫെക്ഷൻസ് ഒക്കെ കുറക്കാനും സ്കിന്നിന് വരുന്ന ചെറിയ ചെറിയ ചൊറിച്ചില് അതുപോലുള്ള കുരുക്കൾ ഇതൊക്കെ മാറ്റാനും സഹായിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ധന്വന്തരം പോലുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ്. അത് ഇനി നിങ്ങൾ എന്തെങ്കിലും ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ ഒരു തേക്കുന്ന എന്തെങ്കിലും മെഡിക്കേറ്റഡ് ഓയിൽ തേക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ദേഹം മുഴുവനായിട്ട് തേക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കുളിക്കാവുന്നതാണ്. ഇനി കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സോപ്പിന് പകരമായിട്ട് ഡെയിലി പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു മിക്സ് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും അതുപോലെ തന്നെ നെല്ലിക്കയും അതിൻ്റെ കൂടെ കുറച്ച് വേപ്പില, ആര്യവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. ഈ ഒരു മിക്സ് തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറാനും ഇൻഫെക്ഷൻസ് കുറക്കാനും പുതിയ ഇൻഫെക്ഷൻസ് ചെറിയ കുരുക്കൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും അതുപോലെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ഈ ഒരു മിക്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് സോപ്പിന് പകരം നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് കുളിക്കാവുന്നതാണ്. ഇനി കുളിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് നാൽപ്പാമരപ്പട്ട അതുപോലെ തന്നെ ത്രിബലത്തോട് വേപ്പില എന്ന് പറയുന്നത് ആര്യവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. ചെറിയ 5 വയസ്സുള്ള കുട്ടികൾ മുതൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോപ്പിന് പകരം വാഷ് ചെയ്യാൻ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് കുളിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് 3 ഒക്കെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പില മാത്രം ഇട്ടിട്ട് കുളിക്കാം, അല്ലെങ്കിൽ ത്രിബലത്തോടിട്ട് കുളിക്കാവുന്നതാണ്. ഇത് 3 കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി വാദത്തിന്റെ അസുഖമുള്ളവർ, ശരീരവേദനയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ ഒന്നിക്കൽ കുറുന്തോട്ടി വേരിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാം. ഇളം ചൂടുവെള്ളമാണ് കുളിക്കാൻ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ദശമൂലം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലോ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ പഴുത്ത പ്ലാവിന്റെ ഇലയൊക്കെ ദിവസം കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ പഴുത്ത പ്ലാവിന്റെ ഇല, അതുപോലെ തന്നെ ആവണക്കിന്റെ ഇല, പുളിയില ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അപ്പോൾ ആ വാദസംബന്ധമായിട്ടുള്ള വേദനകളൊക്കെ കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് എണ്ണ തേച്ച് കുളിയെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സമയം കിട്ടുന്നവർ അതുപോലെ ഡെയിലി കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് നമ്മൾ സ്കിൻ കെയറിൽ സാധാരണയായിട്ട് ചെയ്യുന്നത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആണല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. കടലമാവ്, പയറുപൊടി ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് രാവിലെ ക്ലൻസ് ചെയ്യാം മുഖം. അതുപോലെ തന്നെ ടോണറിന് വേണ്ടിയിട്ട് നമുക്ക് വേപ്പിന്റെ ഇല ഉപയോഗിച്ചിട്ട് ഒരു ടോണർ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് കുറച്ച് വേപ്പിന്റെ ഇല എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. അതൊരു അര ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട്, ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലൻസിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടോണർ അടിച്ചു കൊടുക്കാം. ഈ വേപ്പിലക്ക് പകരം നമുക്ക് വേണമെങ്കിൽ രാമച്ചം ഇതുപോലെ
ഉണ്ടാക്കിയെടുക്കാം. രാമച്ചത്തിൻ്റെ ടോണർ ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ ഒന്ന് കാമാവാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മുഖത്ത് ഇതുപോലെ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ടോണർ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രാത്രി നമ്മൾ ക്ലൻസ് ചെയ്യുമ്പോൾ ഒരു എണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മേക്കപ്പും അതുപോലുള്ള ഡേർട്സും ഒക്കെ കളഞ്ഞതിന് ശേഷം പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ ഇട്ടിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇനി മോയ്സ്ചറൈസിങ്ങിലേക്ക് വന്നാൽ ഈ ഒരു സമയത്ത് വളരെ തിക്കായിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് അലോവേറ ജെല്ലൊക്കെ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റ് വാങ്ങിക്കുന്ന മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ നമുക്കൊരു ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം. ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഒരു ഡ്രോപ്പ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു നല്ല മോയ്സ്ചറൈസറാണ്. അത്ര തിക്നെസ്സും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് രാവിലെയൊക്കെ ഒരു ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചാൽ മതിയാവും. ഇനി പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വളരെ ലൈറ്റ് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കിഴി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഞവരക്കിഴി ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലെ ഈ ഒരു സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഞവരക്കിഴി നമുക്ക് മുഖത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ ബോഡി മൊത്തമായിട്ടോ നമുക്കിത് ഉപയോഗിക്കാം. ഞവര അരി എടുത്തിട്ട് പാലിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു കിഴി കെട്ടിയിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുഖത്ത് മാത്രമാണെങ്കിൽ ചെറിയ കിഴി കെട്ടിയാൽ മതി. ചെറിയൊരു കിഴി കെട്ടിയിട്ട് നമുക്ക് മുഖത്ത് മാത്രമായിട്ടും ഉപയോഗിക്കാം. ബോഡി മൊത്തമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ വലിയൊരു കിഴി കെട്ടിയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. മുഖത്ത് മാത്രമാണെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കിഴി യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. നല്ല ബ്രൈറ്റൻ ആവാനും നല്ല ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ തന്നെ നിലക്കടല, ഉഴുന്ന്, അതുപോലെ പരിപ്പ് ഇതെല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് വേവിച്ചെടുക്കുക. അത് പാലിൽ വേവിച്ചെടുക്കാം. പാലൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഇതും ഒരു കിഴിയായിട്ട് നമുക്ക് മുഖത്തും അതുപോലെ തന്നെ ബോഡി മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കിഴിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്ത് ഞാൻ പറഞ്ഞ പോലെ 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്താൽ മതി. സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിഴി ആണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 ദിവസം കണ്ടിന്യൂസ് ഇതുപോലെ ചെയ്യാം. ഇനി അങ്ങനെ ഡെയിലി പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെയിലി 7 ദിവസം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് കേശ സംരക്ഷണമാണ്. കേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ തന്നെ ഉപയോഗിക്കാം. അതൊന്ന് ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസോ അല്ലെങ്കിൽ താളിപ്പൊടികളോ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ തല കുളിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ രാവിലെ എപ്പോഴും ഈ ഒരു മഴക്കാലത്ത് രാവിലെ തല കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രാത്രി ലേറ്റ് ആയിട്ടൊന്നും കുളിക്കാതിരിക്കുക. മുടി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് പോലുള്ള കാര്യങ്ങൾ, മുടിയിൽ കായ കിട്ടുക, അതുപോലെ തന്നെ അറ്റം പിളരുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുടിക്ക് ഒരു ബാഡ് സ്മെല്ല് വരാനും സാധ്യതയുണ്ട് ഈ ഒരു മഴക്കാലത്ത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മുടി കഴുകാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വേപ്പിലയും അതുപോലെ തന്നെ വേപ്പില ഇടാം. അതുപോലെ തന്നെ തുളസിയില, പനിക്കൂർക്കയില ഇതൊക്കെ ഇട്ടിട്ട് ഇതിൽ എല്ലാം ഇല്ലെങ്കിൽ അതിൽ കിട്ടുന്ന കാര്യങ്ങൾ പനിക്കൂർക്കയിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ മുടി വാഷ് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ്. ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള താളി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ താളി ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പനിക്കൂർക്ക ഇലയൊക്കെ അരച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ ആ ഒരു നമുക്ക് തണുപ്പ് തട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ തിക്കായിട്ടുള്ള ഹെയർ പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള തിക്കായിട്ടുള്ള പാക്കൊന്നും അപ്ലൈ വേണ്ട സമയമല്ല ഇത്. ഈ ഒരു സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹെയർ പാക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. ഇനി നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണ് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ലൈറ്റായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഉലുവ പാക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത്രയും
തിക്കായിട്ടുള്ള ഒരു പാക്കൊന്നും ഹെയർ പാക്കുകളൊന്നും ഈ ഒരു മഴക്കാലത്ത് ഇടാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാലും ഈ ഒരു സമയത്ത് ഹെയർ പാക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേശ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഔഷധ പുക കൊള്ളിക്കുന്നത് നല്ലതാണ്. ഈ ഒരു സമയത്ത് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും മുടിക്ക് നല്ലൊരു മണം കിട്ടാനും പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഔഷധ പുക കൊള്ളാം. മുടി വളരാനും ഒരു സമയത്ത് നമ്മുടെ ടീനിയ കാപ്പിറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, അതേപോലെ ഫോളിക്കുലൈറ്റിസ്, ചെറിയ ചെറിയ കുരുക്കളൊക്കെ തലയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഔഷധപ്പുക കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നോർമലി ആണെങ്കിലും നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ മുടിയിൽ ഈ കായകെട്ടൽ അതൊക്കെ മാറ്റാനും ഒക്കെ ഈ ഒരു ഔഷധപ്പുക കൊള്ളിക്കുന്നത് കൊണ്ട് പറ്റും. അപ്പം നമുക്ക് ഈ പുകക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക, ഉണക്കിയ നെല്ലിക്ക, അതുപോലെ തന്നെ രാമച്ചം, പിന്നെ വേണ്ടത് കുന്തിരിക്കാണ്, അതുപോലെ അടുത്തത് വേണ്ടത് ജടാമാഞ്ചി. ഈ 4 കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പുക കൊള്ളിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് എല്ലാം 4 നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന കുന്തിരിക്കവും അതുപോലെ തന്നെ നെല്ലിക്കയോ അല്ലെങ്കിൽ ജടാമാഞ്ചിയോ ഏതാ കിട്ടുന്നത് വെച്ചാൽ അത് കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് പുകക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള കണ്ടീഷൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മഞ്ഞളും, അതായത് നമ്മുടെ പച്ചമഞ്ഞൾ ഉണക്കിപ്പൊടിച്ചതും അതുപോലെ വേപ്പില ഉണക്കിപ്പൊടിച്ചതും, വേപ്പില പച്ച വേണമെങ്കിൽ ഇടാം, പക്ഷെ പുകയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വേപ്പില ഉണക്കിപ്പൊടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ വേപ്പില ഉണക്കിപ്പൊടിച്ചതും വയമ്പിൻ്റെ ഒരു കഷ്ണവും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് പുകക്കുവാണെങ്കിൽ ഇതുപോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇത് കുട്ടികൾക്കും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. ചെറിയ കുട്ടികൾക്കും ഒക്കെ നമുക്കിത് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. മുടിക്ക് നല്ലൊരു മണം ഉണ്ടാവാനും ഇതുപോലുള്ള കായ പോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി ഒന്നും ഇത് ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാം. പിന്നെ നമ്മുടെ നഖങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നഖങ്ങൾ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്, അതുപോലെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. കുഴിനഖമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് പഴുക്കാനൊക്കെ സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നഖങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നല്ലെണ്ണ എടുക്കുക, നല്ലെണ്ണയിൽ കല്ലുപ്പ് പൊടിച്ച് ചേർക്കുക, അത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം എല്ലാ നഖങ്ങളിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. നഖങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കാനും നല്ല ഭംഗിയായിരിക്കാനും ഇൻഫെക്ഷൻസ് ഒക്കെ വരാതെ സംരക്ഷിക്കാനും ഒക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇനി ഇതൊക്കെ കൂടാതെ നമ്മുടെ ചുറ്റുപാടും ഒന്ന് ക്ലീൻ ആവേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഫംഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അതുപോലെ കൊതുകിന്റെ ശല്യമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപരാജിത ധൂപചൂർണം നമുക്ക് വീടുകളിൽ പുകക്കുന്നത് നല്ലതാണ്. അപരാജിത ധൂപചൂർണം സ്റ്റിക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ചൂർണമായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അപരാജിത ധൂപചൂർണ വടി അല്ലെങ്കിൽ വർത്തി എന്ന പേരിൽ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പുകച്ചു കൊടുക്കാം. ഇനി അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുകക്കാൻ പറ്റുന്നത് വേപ്പിലയും അതുപോലെ തന്നെ കടുകും വയമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അത് പുകക്കാവുന്നതാണ്. ഇതും നമുക്ക് അന്തരീക്ഷത്തിലുള്ള കൊതുകിനെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫംഗൽ ബാക്ടീരിയകളെയും ഒക്കെ അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും നെയിൽസും ഒക്കെ വളരെ ഭംഗിയായി സൂക്ഷിക്കാനും അതുപോലെ തന്നെ അതിന് പ്രശ്നങ്ങളൊന്നും വരാതെ ഈ ഒരു മഴക്കാലം കടന്നു കിട്ടാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്